അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണ അമൃത വിഷ്ണു നാരായണ അമൃത യോഗാൻമേ ആശയാശയ ആശു ധന്വന്തരേ ഹരേ. ജനിച്ച് 1 വയസ്സാവണതിൻ്റെ എത്രയോ മുമ്പ്, ബോധമുണ്ടാവുന്നതിന് എത്രയോ മുമ്പ് അമ്മ എൻ്റെ വീട്ടിൽ ഓടിക്കുന്ന ഇവിടെ ഒരിക്കൽ കൂടി ചൊല്ലാൻ ഇടവരുത്തിയ നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നെല്ലുവായിൽ ധന്വന്തരമൂർത്തി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിനെ വന്ന് അഗ്നിജലം കൊണ്ട് ആദ്യകാലം വയസ്സിൽ തന്നെ ഉണ്ട്. മനസ്സിലും അച്ഛനും അമ്മയും വലിയ അമ്മയും എല്ലാവരും പറഞ്ഞ് അങ്ങനെ മനസ്സിൽ പോയി പതിയുന്ന ദേവന്മാർ ഗുരുവായൂർ കേരളത്തിൽ എല്ലാവർക്കും അനുഭവമാണ്. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഒട്ടും കുറവില്ലാതെ ഈ ധന്വന്തരമൂർത്തി അത്രയും ചെറിയ മനസ്സിൽ പരിചരിക്കുന്നു. അതിന് കാരണം ഈ തുല്യ മന്ത്രമാണ്. ആ തുല്യ മന്ത്രം എന്ന് പറയുമ്പോൾ അതിൽ എൻ്റെ പേരെന്ന് ആദ്യം വന്നിരിക്കണമെന്ന് കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും. എൻ്റെ പേരിൽ നമുക്ക് ഉണ്ടാവും. ആ ദിവസേനാണ് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് എന്ന് പറയാൻ ഇടക്കാലത്ത് ദിവസം ഉണ്ടായില്ല എന്നൊരു ഒരുപാട് ദിവസേന സ്മരിക്കുകയും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വരാനുള്ള അത്രയും ശക്തി എനിക്ക് ഉണ്ടായത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ധന്വന്തരമൂർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വളരെ ചെറിയ പരിമിതമാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആദ്യം ലീനുണ്ടായാൽ അത് ചികിത്സിച്ച് മാറ്റാം എന്ന് ഒരാൾ വിചാരിക്കണമല്ലോ. അഷ്ടവൈദ്യന്മാരൊന്നുമല്ല, അഷ്ടവൈദ്യന്മാരെ കാണും എത്രയോ മുമ്പ് ഈ പ്രപഞ്ചത്തിൽ എന്ത് രോഗം വന്നാലും അത് മാറ്റാം എന്ന് പ്രഖ്യാപിച്ചാണ് ഈ ധന്വന്തരമൂർത്തി. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ശ്രീരാമൻ ശ്രീകൃഷ്ണനാക്കിയിട്ട് ധന്വന്തരം ദശാവതാരങ്ങൾക്ക് പുറമെ 23 27 അവതാരങ്ങൾ പിന്നീടാണ്. ഈ അവതാരങ്ങൾ വന്നാണ് ഈ ധന്വന്തരമൂർത്തി. ഈ മനുഷ്യർക്കൊക്കെ ഉണ്ടാവും രോഗം. ആ രോഗം ഇല്ലാണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ധന്വന്തരം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ധ്യാനത്തോടെ ആ ലക്ഷ്യത്തിൽ എത്തിക്കുന്നത് പോലെ അതുപോലെ ഈ വൈദ്യൻ രോഗിയുടെ രോഗത്തിൻ്റെ ആദ്യ കാരണത്തെ ഇല്ലാതാക്കി തീർക്കുന്നു എന്നായിരിക്കാം ഈ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കുട്ടിക്കാലം എനിക്ക് ചോറുള്ളത് കൊണ്ട് ഞാനെങ്കിൽ ഒരു അർത്ഥം കൽപ്പിച്ചിട്ട് ഇങ്ങനത്തെ ശരിയായിക്കോളൊന്നുമില്ല. അത്രയും ഈ കേരളീയത മാത്രമല്ല ഭാരതീയത മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് കിടക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാൻ സൗകര്യം തന്ന നിങ്ങൾക്കേവർക്കും ഞാൻ വീണ്ടും നന്ദി പറയുന്നു. പിന്നെ അന്ന് ഞാൻ പറയാൻ തരികണമെന്നില്ല, പക്ഷെ അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായില്ല. ഇവിടെ അടുത്താണല്ലോ ഓരോരോ കപ്പൽ ഞാൻ VK നാരായണ വീട്ടിൽ ഒരാളുണ്ടായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം 4-5 ഇതിൻ്റെ പുസ്തകങ്ങളെ ഇങ്ങനെയായിരുന്നു. അതിലേതോ ഒന്നും മഴച്ചു നോക്കുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിന് പഠിക്കാൻ ഒരു തമ്മിൽ ഇദ്ദേഹം വളരെ
അദ്ദേഹം ഉദ്ദേശിച്ച് തന്നെയാണോ എനിക്ക് മനസ്സിലായെന്ന് ഞാൻ പറയുന്നത്. ഈ ഹിന്ദുക്കളെന്ന് പറയുന്ന ആളുകളുടെ ഈ ഭാരതത്തിൽ ഹിന്ദു ഞാൻ പറഞ്ഞ പരിപാടല്ല പറഞ്ഞ ഹിന്ദു സിന്ധു നദിയുടെ പക്കത്ത് ജനിച്ച ആളുകളെന്നുള്ള അർത്ഥമാണ്. ഈ ഇപ്പം മതമൊന്നുമില്ല. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് മതമല്ല, ധർമ്മമാണ്, സനാതന ധർമ്മമാണ്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടുള്ള ധർമ്മങ്ങൾ അനുസരിക്കണം. ഇതിൻ്റെ സാമൂഹ്യ ജീവിതം മുന്നോട്ട് പോവുകയില്ല എന്ന് വിചാരിച്ച ഭാരതീയരുടെ സമൂഹം ഇത്രയും ഹിന്ദുക്കളെ ഒരു മതം എന്ന ചിന്തമതിനില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. വി.കെ. നാരായണ ഭട്ടതിരി പറയുന്നത് ഭാരതത്തിലെ ഹിന്ദു മതത്തിന് നാലെന്നല്ല, കാര്യമായിട്ട് ഒരു തെറ്റേ പറ്റിയിട്ടുണ്ട്. ഈ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് ആളുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നടന്ന് ഈ കാലത്തിൽ മാറി വന്നു ആദ്യം. പിന്നീട് എത്രയോ മുമ്പ് വന്നു, 2000 കൊല്ലം മുമ്പ് തന്നെ പാശ്ചാത്യപ്പെട്ട വന്നിരുന്നു. പിന്നീട് 1500 കൊല്ലം കഴിഞ്ഞപ്പോൾ മുസൽമാന്മാർ വന്നു. അത് മധ്യ പൂർവ്വ എന്ന് പറയാം, അറേബ്യൻ നാടുകളിൽ നിന്ന് വന്നു. ഇവരൊക്കെ നടന്ന് അവർ വളരെ നമ്മുടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു, നിങ്ങളിങ്ങനെ കിടക്കാൻ പാടില്ല, ഇത് ഞങ്ങളുടെ അമ്പലം, നിങ്ങൾ വേറെ നമ്മുടെ അമ്പലം ഈശ്വരൻ ഇല്ലാതെ കഴിഞ്ഞിട്ടാണ് വരിക. അപ്പം അതിനെ സ്വീകരിക്കുകയാണ് നമ്മളുടെ പൂർവികന്മാർ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. അത് വലിയ തെറ്റായിരുന്നു. അത് കാരണം 2-3 മതങ്ങൾ, ഈ മതങ്ങൾ തമ്മിലോ ആദ്യം ഇതൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ പറഞ്ഞ ആളുകളൊക്കെ മനുഷ്യരാണെങ്കിൽ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്നത്. പൂജ തന്നെ എന്നാണത്, അതല്ല വേറെയാണ് വിഷയം. ഈ ദ്വാപര യുഗത്തിലെ പൂജനെ ഉണ്ടായിട്ടുള്ളൂ. ആദ്യകാലത്ത് കൃതയുഗത്തിൽ എന്താ കാട്ടിൽ ഇതൊക്കെ കാടായിരുന്നു. കാട്ടിൽ ഇങ്ങനെ ഒരു ദൈവത്തെ പറ്റി സങ്കല്പത്തിൽ കാണാൻ പറ്റിയിരിക്കുക. അതാണ് കൃത പ്രേതായുഗായപ്പോൾ ഒരു ക്ഷേത്രമല്ല, ഒരു അഗ്നി ആരാധന പറയുക. അഗ്നിയിലുണ്ട് ദൈവം. സൂര്യനിലൂടെ എരിഞ്ഞ് ഭൂമിയിൽ നിന്നാക്കി തരുന്ന അഗ്നിയെ ആരാധിക്കുക. അങ്ങനെ യാഗങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു യുഗം കഴിഞ്ഞു. ദ്വാപരയുഗമാണ്. ദ്വാപരയുഗം വരുമ്പോഴാണെങ്കിൽ പൂജ അഗ്നിയിലൊക്കെ ഒരു ഈശ്വരനെ കാണാൻ മനുഷ്യർക്ക് സാധ്യതല്ലോ. ഇതിനോട് ഏർക്കരാകുമ്പോൾ മനുഷ്യർ വർദ്ധിച്ചപ്പോൾ ഈ സങ്കല്പ ശക്തിയില്ല. ആദ്യകാലത്ത് വെറുതെ കണ്ണടത്തി നിന്ന ഈശ്വരനെ കാണാൻ പറ്റുമായിരുന്നു ഒരു യുഗത്തിൽ. ഇന്നത്തെ യുഗത്തിൽ അഗ്നി ആണ് ഈശ്വരൻ്റെ എന്ന സങ്കല്പത്തിൽ ഇല്ലാതെ തുടങ്ങി. അതും കഴിഞ്ഞ് ദ്വാപര യുഗം വന്നപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ ശിവനാട്ടെ മുമ്പായിട്ട് ശിവന് മാത്രം ഒരു ഇല്ലാത്തൊരു രൂപം. രൂപമാണെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഈ സങ്കല്പം ഉറച്ചു നിൽക്കുകയുള്ളൂ എന്ന ഒരവസ്ഥയിൽ ദ്വാപരയുഗം. അത് കഴിഞ്ഞ് ഈ ശരീരത്തിൽ വന്നപ്പോൾ അവയും ജനങ്ങളിൽ നിന്ന് വന്നിട്ട് ആർക്കും കോൺസെൻട്രേഷൻ, ഏകാഗ്രത, മനസ്സിൻ്റെ ഏകാഗ്രത ഇതൊന്നുമില്ലെങ്കിൽ വെറുതെ നാമം ചൊല്ലി ഇങ്ങനെ നാമം മാത്രമാണ് ഒരു രക്ഷ എന്ന അവസ്ഥ എന്ന് ഇങ്ങനെയാണ് ഇതിൻ്റെ സങ്കല്പം എന്ന് ഈ ഏർക്കരാമം നമ്മൾ മാത്രം
ആഗ്രഹിക്കാം ക്ഷേത്രങ്ങളിൽ ഈ ഗണപതിമായ കുറച്ച് പേർക്ക് സാധിക്കും, എല്ലാവർക്കും സാധിക്കില്ല. കഴിയുമെങ്കിൽ എല്ലാ ജനങ്ങളുടെയും ആയിട്ട് ആകട്ടെ നമ്മളുടെ ക്ഷേത്രത്തിൽ പറഞ്ഞതുപോലെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനീ വാക്കുകൾ സമ്മതിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും മംഗളം ഭവിക്കട്ടെ. നമസ്കാരം. അനുഗ്രഹ പ്രഭാഷകനായി ആദരണീയനായ